ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങൾ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ ഒരു കാലയളവിലേക്കാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറിച്ചയച്ചിട്ടുള്ളത്. എപ്പോൾ മരിക്കുമെന്ന് നമുക്കാർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുകയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഈ ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ് എന്ന് പടച്ചവന് മാത്രമേ അറിയൂ. ഈ ലോകത്തുള്ള ഓരോ സൃഷ്ടികളുടെയും അവസാനം എപ്പോഴായിരിക്കുമെന്നും അള്ളാഹുവിന് മാത്രമേ അറിയൂ. ആയതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ മനുഷ്യരായ അവൻ്റെ സൃഷ്ടികളായ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ ഭൂമിയിൽ നമ്മുടേത് എന്ന് പറയാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ചയച്ചത് അല്ലാഹുവാണ്, നമുക്ക് ജീവൻ നൽകിയത് അല്ലാഹുവാണ്. പിന്നീട് നമ്മൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ആ റബ്ബിനെ ശുക്ർ ചെയ്ത് അവന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫിത്തനകൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുർഘടമായ ഒരു പാതയിൽ കൂടി, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി എത്ര ശ്രദ്ധയോടുകൂടിയാണോ നമ്മൾ സഞ്ചരിക്കുക, അതിനേക്കാളും ശ്രദ്ധയോടുകൂടി ഫിത്നയുടെയും കുഴപ്പങ്ങളുടെയും കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നമ്മുടെ ശ്രമത്തെയാണ് തഖ്വ എന്ന് പറയുന്നത്. അത്തരത്തിൽ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയാരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്തും ഇഫ്ഫത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആദരണീയരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളായി, അനുചരന്മാരായി തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് അറിയലും പഠിക്കലും അവരെ അനുധാവനം ചെയ്യലും അവരുടെ ജീവിതത്തെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമവുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പൂർത്തീകരണത്തിൻ്റെ ഒരു ഘടകം കൂടിയാണ്. സഹാബാക്കളെക്കുറിച്ച് നമ്മൾ അറിയണം, അവരുടെ ജീവിതത്തെ നമ്മൾ പഠിക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് സാക്ഷികളായവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നേരിട്ട് കണ്ടവരാണവർ. ദീൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണവർ. അവരുടെ ജീവിതം പഠിക്കുമ്പോൾ യഥാർത്ഥ ദീൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാരവരായിരുന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെ ഇരിക്കുന്ന സഹാബാക്കളോടായി പറഞ്ഞു, തമന്നൗ, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുക. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? ആ സ്വപ്നം ഞാനുമായി പങ്കുവെക്കാൻ വേണ്ടി പറയും. അവരിൽ ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങൾ പറയാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞു, ഉമർ തങ്ങളെ, എനിക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റൂം മുഴുവൻ, ഈ മുറി മുഴുവൻ സ്വർണം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ അങ്ങ് ലഭിച്ചാൽ പോരാ, മുഴുവനായിട്ടും എനിക്ക് കിട്ടണം. ആ കിട്ടിയ സ്വർണം മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് ചെലവഴിക്കുകയും വേണം. അതാണ് എൻ്റെ ആഗ്രഹം.
ഉമർ തങ്ങൾ ഇത് കേട്ടപ്പോൾ വീണ്ടും അവരോട് പറഞ്ഞു, തമന്നൗ, ഇല്ല, ഞാൻ പ്രതീക്ഷിച്ച മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും നിങ്ങൾ പറയുക, നിങ്ങളെ സ്വപ്നം കാണുക, എന്താണ് നിങ്ങളുടെ ഭാവി പദ്ധതി, അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയുക, പങ്കുവെക്കുക. വേറൊരാൾ പറഞ്ഞു, എനിക്ക് മുത്തും പവിഴവും മരതകവും ഒക്കെ ഈ മുറി മുഴുവനും ലഭിക്കണം, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. പക്ഷെ ആ മറുപടികളിലൊക്കെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് അത് തൃപ്തികരമായില്ല. അവസാനം കൂടിയിരുന്ന സഹാബാക്കൾ പറഞ്ഞു, മാ നദ്രി മാ നഖൂലു യാ അമീറൽ മുഅ്മിനീൻ, എന്താണ് മറുപടിയായി പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല, അങ്ങ് തന്നെ പറഞ്ഞു തന്നാലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വപ്നം പങ്കുവെച്ചു. വലാകിന്നി അതമന്ന മിത്ല അബി ഉബൈദ ഇബ്നുൽ ജറാഹ് വമുആദ് ഇബ്നു ജബൽ വസാലിം മൗല അബി ഹുദൈഫ. സഹാബാക്കളിലെ പ്രഗത്ഭരായിട്ടുള്ള കുറച്ചാൾക്കാരുടെ പേര് അദ്ദേഹം എണ്ണി പറഞ്ഞു. അബൂ ഉബൈദയെ പോലുള്ള, മുആദ് ഇബ്നു ജബലിനെ പോലുള്ള, അബൂ ഹുദൈഫയെ പോലുള്ള സഹാബാക്കൾ ഈ ലോകത്ത് നിറയണം. അവരെ പോലുള്ള വ്യക്തിത്വങ്ങൾ പിറവിയെടുക്കണം. അവരെ പോലുള്ള ആൾക്കാരെ കൊണ്ട് ഈ ലോകം നിറയണം. നിങ്ങൾ പറഞ്ഞതുപോലുള്ള പൊന്നും പണവും കൊണ്ടല്ല ഈ ലോകം നിറയേണ്ടത്, മറിച്ച് ഈ പറഞ്ഞ സഹാബാക്കളെ പോലുള്ള ആൾക്കാർ ഈ ലോകത്ത് നിറയുകയും ഈ ലോകത്ത് ഇസ്ലാം വ്യാപകമാകുകയും ചെയ്യണം. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറയുന്നതായി ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, നിങ്ങൾ ഈ പറഞ്ഞ സ്വർണവും പവിഴവും മുത്തുമെല്ലാം ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിയും. എന്നാൽ നിങ്ങൾ എത്ര കോടി സമ്പത്ത് ചെലവഴിച്ചാലും, എത്ര കോടി സ്വർണം ചെലവഴിച്ചാലും ഇതുപോലുള്ള ഒരാളെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ വേണ്ടി കഴിയില്ല. അതിന് വേണ്ടത് ആത്മീയമായിട്ടുള്ള അധ്യാപനങ്ങളാണ്. ഈ സ്വർണവും സമ്പത്തുമൊക്കെ ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരെ വാർത്തെടുക്കാൻ, സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ള സ്വർണത്തെ കൊണ്ട് സാധ്യമാവില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായിരിക്കണം നമ്മുടെയും സ്വപ്നം. സഹാബാക്കളായി മാറുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ തലമുറയെ സഹാബാക്കളെ പോലെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അവർ അവര് നല്ല ഹൃദയത്തിന്റെ ശുദ്ധമായ ഹൃദയമുള്ള ആൾക്കാരായിരുന്നു, അഗാധമായിട്ടുള്ള അറിവുള്ള ആൾക്കാരായിരുന്നു എന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അവസാനമായി നമ്മൾ പറഞ്ഞത്. 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പ്രായം തികയാത്തതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചയച്ചു. പക്ഷേ ഇസ്ലാമിന് തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണം, ദീനിന് എന്തെങ്കിലും സേവനങ്ങൾ ചെയ്യണം. 13-ാം വയസ്സിൽ യുദ്ധം ചെയ്യാനുള്ള കഴിവെനിക്കില്ല എങ്കിലും നിലവിലുള്ള എന്റെ കഴിവ് ദീനിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ചിന്തയിലായിരുന്നു അദ്ദേഹം. ചിന്തിച്ച് അവസാനം തനിക്കുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അറിവും ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടാവുകയും ഉമ്മയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുരിയാനി ഭാഷ പഠിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. 15 ദിവസം കൊണ്ട് അദ്ദേഹം സുരിയാനി ഭാഷ പഠിക്കുന്നു. ഇസ്ലാമിക രാജ്യത്തിന്റെ ഔദ്യോഗിക ട്രാൻസ്ലേറ്ററായിട്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിയമിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രായം വെറും 13 മാത്രമാണ്. നമ്മൾ പ്രായങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഹാബാക്കളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ 10, 20, 30 പ്രായത്തിനിടയിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പുരുഷായുസ് കൊണ്ട് 60 വയസ്സ് നമ്മൾ ജീവിക്കുന്ന ആയുസ് അത്രയും ഉപയോഗപ്പെടുത്തിയാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നത്. അതിന് ഉമർ തങ്ങൾ നിർദ്ദേശിക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ടാമതും പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നുണ്ട്. ആ ക്രോഡീകരണത്തിനും നേതൃത്വം നൽകിയത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് വരെയുള്ള മുസ്ലിം സമൂഹം, ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമൂഹം പരിശുദ്ധ ഖുർആൻ ഏടുകളിലായിക്കൊണ്ട് മുസ്ഹഫുകളിലായിക്കൊണ്ട് പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ
അതിന്റെ ഒരു പങ്ക്, അതിന്റെ ഒരു കൂലി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനും ലഭിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തിന്റെ പ്രാപ്തി, അദ്ദേഹത്തിന്റെ കഴിവ് ദീനിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആശിച്ചു. ആ ആശ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുത്തു. ഖുർആൻ നിലനിൽക്കുന്ന കാലഘട്ടം അത്രയും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നാമവും നമ്മൾ ഓർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ദീനിനു വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? നമ്മളിൽ പലർക്കും പല കഴിവും ഉണ്ടാകും. ചിലർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടാകും, ചിലർക്ക് അല്ലാഹു സമയം കൊടുത്തിട്ടുണ്ടാകും, ചിലർക്ക് അല്ലാഹു ആരോഗ്യം കൊടുത്തിട്ടുണ്ടാകും, ചിലർക്ക് അല്ലാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ടാകും, ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം കൊടുത്തിട്ടുണ്ടാകും. അതിലെന്താണ് ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്? നമ്മൾ എപ്പോഴെങ്കിലും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ചതുപോലെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നെ കൊണ്ട് ദീനിന് എന്തുപകാരമുണ്ടായി, എന്നെ കൊണ്ട് ദീനിന് എന്ത് ലാഭമുണ്ടായി, എനിക്ക് എന്താണ് ദീനിനു വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കണ്ണ് നിറഞ്ഞ സഹാബാക്കള് നമ്മളെ മുന്നിൽ കടന്നുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിബിതങ്ങളിൽ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും അവസാനത്തെ യുദ്ധം തബൂക്ക് യുദ്ധമായിരുന്നു. റോമക്കാരുമായിട്ട് നടന്നിട്ടുള്ള ഏറ്റവും വലിയ സംഘട്ടനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് ആ യുദ്ധം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പോയിട്ടുള്ള സൈന്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് നൽകിയത് ജയ്ഷുൽ ഉസ്ര എന്നാണ്. പരിതാപകരമായ അവസ്ഥയുള്ള സൈന്യമെന്നാണ് അതിന്റെ അർത്ഥം. അതായത് പ്രത്യേകിച്ച് അതിന് സൈന്യമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം തയ്യാറെടുപ്പുകളില്ല, ആവശ്യത്തിനുള്ള ആയുധങ്ങളില്ല, വാഹനങ്ങളില്ല. ദൂരെയുള്ള റോമക്കാര് തമ്പടിച്ചിരിക്കുന്ന മദീനയിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചാലാണ് തബൂക്കിലേക്ക് എത്തുക. അവിടം വരെ പോകാനുള്ള ആയുധങ്ങളില്ല, സാമഗ്രികളില്ല, യാത്രക്കാവശ്യമായിട്ടുള്ള വാഹനങ്ങളില്ല. കൊടും ചൂടാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്ര ഒരുക്കങ്ങളൊന്നുമില്ല. മാത്രമല്ല ആ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ കൃഷി, അവർ വളർത്തിക്കൊണ്ടുവന്ന ഈത്തപ്പന വിളവെടുക്കേണ്ട സമയമാണ്, സീസൺ സമയമാണ്. ഈത്തപ്പന വിളവെടുക്കാതെ യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നാട്ടിലുണ്ടാകുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്തേ നിങ്ങൾ യാത്രയൊന്നും പോകുന്നില്ലേ? ഇപ്പൊ സീസണാണ്. നമ്മൾ എന്ത് കച്ചവടമാണോ ചെയ്യുന്നത് അതിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കും. സീസൺ കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഒരു സീസൺ കാലഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം ഉണ്ടാകുന്നത്. 30,000-ൽ വരുന്ന സഹാബാക്കള് അതിനുവേണ്ടി തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെയും നിങ്ങൾ സ്വതക്ക ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെയും നിങ്ങൾ സ്വതക്ക ചെയ്യുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പകരം വെക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്ന് സ്വതക്ക നടത്തിയെന്നാണ്. 1000 ദീനാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് അന്നിട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്താണത്. 1000 ദീനാർ നിബിതങ്ങളുടെ മടിയിലേക്ക് ഇട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയിൽ നിന്നും ആ ദീനാർ എണ്ണിക്കൊണ്ട് പറഞ്ഞു എന്നാണ്, മാ ഖറ ഉസ്മാനു മാ അമില ബഅദൽ യൗം. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഉസ്മാൻ ഇനി ഒരമൽ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം ഈ ചെയ്ത സ്വതക്ക തന്നെ അദ്ദേഹത്തിന് ദുനിയാവിൽ രക്ഷപ്പെടാൻ മതിയായതാണ് എന്നാണ്. മാ ഖറ ഉസ്മാനു മാ അമില ബഅദൽ യൗം. ഇന്നേ ദിവസം ഉസ്മാൻ ഇനി ഒരു സൽക്കർമ്മവും ചെയ്യുന്നില്ല എന്ന് കരുതുക. എന്നാൽ പോലും ഉസ്മാൻ ഇന്ന് ചെയ്തിട്ടുള്ള റളിയല്ലാഹു അൻഹു സ്വതക്കയുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ ദുനിയാവിനെ സലാമത്താക്കാൻ മതിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞില്ല അദ്ദേഹം 300ഓളം ഒട്ടകങ്ങളെ, ഫുൾ കണ്ടീഷൻ വണ്ടി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അങ്ങനെ ഫുൾ കണ്ടീഷനിൽ യാത്ര ചെയ്യാൻ ഉതകുന്ന ഒട്ടകങ്ങളെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു എന്നാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ കേൾക്കാറുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുഴുവൻ സമ്പത്തും കൊടുത്തത് ഈ തബൂക്ക് യുദ്ധത്തിലാണ്. ഉമർ തങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നും പകുതി കൊടുത്തത് ഈ തബൂക്ക് യുദ്ധത്തിലാണ്. ചില സഹാബാക്കൾ വന്നത് ഇപ്രകാരമായിരുന്നു. ഹദീസാണ്, അവരുടെ കയ്യിൽ ഒരു പിടി ഈത്തപ്പഴം മാത്രമാണ് ഉണ്ടായിരുന്നത്. നബിയെ, വീട്ടിൽ അവശേഷിക്കുന്നത് ഈത്തപ്പഴം മാത്രമാണ്. അതിതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ സ്വതക്ക ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ പറഞ്ഞു. എന്താണോ അവരുടെ കയ്യിലുണ്ടായിരുന്നത് അത് ദീനിനു വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുത്തി. നബി തങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ചില ആൾക്കാർ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധത്തിന് അനുവാദം തേടി, ഞങ്ങളെ യുദ്ധത്തിന് കൂട്ടണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ നോക്കിയപ്പോൾ 10,000
വാഹനങ്ങൾ മാത്രമാണ്. 30,000 ആൾക്കാരുണ്ട്, 10,000 വാഹനം മാത്രമാണ്. ഒരു വാഹനത്തിൽ 3 കയറിയാൽ മാത്രമേ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ട് വാഹനം നൽകിയതാരാണോ, എന്തെങ്കിലും ഷെയർ ഇട്ടതാരാണോ, അവരെ മാത്രമേ നിബിതങ്ങൾ യുദ്ധത്തിന് കൂട്ടിയുള്ളൂ. ഒന്നും നൽകാൻ കഴിയാത്ത സഹാബാക്കള് നിബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെയും കൂട്ടണമെന്ന് പറഞ്ഞു. നിബിതങ്ങൾ പറഞ്ഞു നിങ്ങളെ കൂട്ടാനുള്ള സൗകര്യമില്ല. ആ സമയത്ത് അവർ സഹാബാക്കള് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി എന്നാണ്. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ അടുക്കൽ വന്നിട്ടുള്ള ഒരു കൂട്ടരുണ്ട്, ഞങ്ങളെയും വണ്ടിയിൽ കയറ്റണം. നബി തങ്ങൾ പറഞ്ഞു നിങ്ങളെ കയറ്റാനും വണ്ടിയിൽ സ്ഥലമില്ല. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه. ആ സമയത്ത് സഹാബാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. തവല്ലൗ വഅഅ്യുനുഹും തഫീദു മിന അദ്ദമഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. പടച്ചവന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പരിതപിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി മടങ്ങി വന്ന സഹാബാക്കളെ കുറിച്ച് സൂറത്തു തൗബ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കൊടുത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചപ്പോൾ ആവേശത്തിൽ നമ്മൾ കൊടുത്തിട്ട് പിന്നീട് അത്രയൊന്നും കൊടുക്കേണ്ടതില്ലായിരുന്നു എന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. കൊടുത്തത് കൂടുതലായി പോയി എന്ന് ആലോചിച്ചിട്ട് നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സഹാബാക്കള് കയ്യിൽ കൊടുക്കാൻ ഒന്നും ഉണ്ടായില്ലല്ലോ. പടച്ചവൻ ഒരു വിളി വിളിച്ചപ്പോ, പടച്ചവന് യുദ്ധത്തിന് വേണ്ടി പോണമെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞ സഹാബാക്കളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു ചിന്ത, എന്റെ കഴിവനുസരിച്ച് എന്ത് ദീനിന് കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന നമ്മൾ നടത്തിയിട്ടുണ്ടോ? ആലോചനയുടെ അവസാനം ഒന്നും ചെയ്യാൻ കഴിയാത്തതിലുള്ള വിഷമം നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅദിനൂനക വഹും അഗ്നിയാ റദൂ ബി അൻ യകൂനു മഅൽ ഖവാലിഫി വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം ഫഹും ലാ യഅലമൂൻ. ഗസ്വത്ത് തബൂക്ക് യുദ്ധത്തിൽ നിന്നും പിന്തി നിന്നവർ, അവർക്കെതിരെ പരിശുദ്ധ ഖുർആൻ നടപടിയെടുക്കുന്നുണ്ട്. തെറ്റാർക്കാണ് ഉണ്ടാവുക? കുറ്റമാർക്കാണ് ഉണ്ടാവുക? ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅദിനൂനക വഹും അഗ്നിയാ. ചെയ്യാനുള്ള പലതും കയ്യിലുണ്ട്. സമയമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, മറ്റു പലതും ഉണ്ടായിട്ടും ദീനിന് വേണ്ടി ഒന്നും കൊടുക്കാതെ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നിന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നു, നിന്റെ കയ്യിൽ ആരോഗ്യമുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു പലതും ഉണ്ടായിരുന്നു. അതുണ്ടായിട്ടും ദീനിന് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കാതിരുന്നാൽ അതിന്റെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നടപടിയെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുകയാണ്. നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നു, നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പടച്ചവൻ നമ്മളെ പിടികൂടും. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, എന്നിട്ടും നമ്മുടെ നാട്ടിൽ കഴിയുന്ന വിശ്വാസികൾക്ക് വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വാധീനമുള്ള, കഴിവുള്ള, ആൾഫലമുള്ള ആൾക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുക്കുമെന്നൊക്കെ ഈ പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കഴിവുണ്ടായിട്ടും ദീനിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരായിട്ട് നമ്മൾ മാറരുത്. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇലക്ഷൻ നടന്ന സമയത്ത് ചില ആൾക്കാർ പങ്കുവെച്ചിട്ടുള്ള ചിന്തയുണ്ട്. ഇലക്ഷന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്. ഓരോ പാർട്ടിക്കാരും ആ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും കയറി പ്രചരണങ്ങൾ നടത്തും. നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കണം, നമ്മൾക്ക് വോട്ട് നൽകി കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന വികസനങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്, മറ്റു പാർട്ടിയാണ് അധികാരത്തിലേറുന്നതെങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്, പ്രയാസങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരടക്കം അതിനൊന്നും വിമർശിക്കുന്നതല്ല, മറിച്ച് ആലോചിക്കാൻ വേണ്ടി പറയുന്നതാണ്. ചെറുപ്പക്കാരടക്കം വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു. ഓരോ വീട്ടിലും വോട്ടുള്ള ആൾക്കാർ ആരാണ് എന്ന് നോക്കുന്നു. പാർട്ടി ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഓരോ ആൾക്കാരുടെയും വോട്ട് ഉറപ്പിക്കുന്നു, പാർട്ടിയുടെ വിജയം ഉറപ്പിക്കുന്നു, പാർട്ടിയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഒന്നാലോചിച്ചു നോക്കുക. അങ്ങനെ എപ്പോഴെങ്കിലും വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ദീനിനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ദീൻ, ആ ദീനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്കുണ്ടാകുന്ന വികസനങ്ങൾ ഇതൊക്കെയാണ്, ആഖിറത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിജയങ്ങൾ ഇതൊക്കെയാണ്. ആ ദീൻ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ഇതൊക്കെയാണ്, ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് എന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട്
എപ്പോഴെങ്കിലും ഒരു പ്രചരണം നടത്താൻ, ദഅവത്ത് നടത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? വീട്ടിലേക്കൊന്നും പോകണ്ട, മറ്റുള്ളവരെ വീട്ടിൽ പോകണ്ട, സ്വന്തം വീട്ടിൽ ഭാര്യയെയും മക്കളെയും കൂടെ ഇരുത്തിക്കൊണ്ട്, തന്റെ കച്ചവട സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന വിശ്വാസികളെ കൂടിയിരുത്തിക്കൊണ്ട്, അവിശ്വാസികളെ കൂട്ടിയിരുത്തിക്കൊണ്ട് ദീനിനെ കുറിച്ച് പറയാൻ എപ്പോഴെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നമസ്കാരത്തിൽ മഹല്ലിൽ 40 50 ആൾക്കാരുണ്ട്, പള്ളിയിൽ വരുന്ന ആൾക്കാർ വെറും 10 മാത്രമാണ്. വരാത്തവരുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് എങ്ങനെ പള്ളിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാമെന്നതിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയില്ല എങ്കിൽ ആ പാർട്ടിയോട് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ 100% പോലും വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ ദീനിനോട് നമ്മൾ കാണിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ദീനിനോട് നമ്മൾ കാണിക്കുന്നില്ല എന്നല്ല അതർത്ഥം. മാത്രമല്ല, അങ്ങനെ പറയുന്നവരോട് പരമമായിട്ടുള്ള ഒരു പുച്ഛവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അപകടമാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അങ്ങനെ പറയാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന ഒരു പുച്ഛമുണ്ട്. ദീനല്ലേ, തൽക്കാലം അതൊക്കെ എനിക്കറിയാം, നിങ്ങളെ പാട്ടിന് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരാളെയും നമ്മൾ പാർട്ടിക്കാരെ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മടക്കി അയക്കാറില്ലല്ലോ. വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, അവരെ സൽക്കരിക്കുന്നു, അവരോട് കാര്യങ്ങളെ സംവാദിക്കുന്നു, നമ്മളെ പാർട്ടിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും എന്റെ പിന്തുണയുണ്ട് എന്ന് നമ്മൾ അറിയിക്കുന്നു. പക്ഷേ ദീനിനെ കുറിച്ച് പറയുമ്പോൾ, നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, അങ്ങനെ ഒരു ദഅവത്തിന്റെ ചിന്ത നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനോട് നമ്മൾ കാണിക്കുന്ന മനസ്സില്ലായ്മ, വിമുഖതയുണ്ടല്ലോ, അതിന്റെ പേരിൽ പടച്ചവനോട് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക? എന്താണ്? സമ്പത്ത് റബ്ബ് നൽകിയില്ലേ? ആരോഗ്യം റബ്ബ് നൽകിയില്ലേ? ആയുസ് റബ്ബ് നൽകിയില്ലേ? അധികാരം റബ്ബ് നൽകിയില്ലേ? സ്ഥാനമാനങ്ങൾ റബ്ബ് നൽകിയില്ലേ? ഇതൊക്കെയും ദീനിനു വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ 13 വയസ്സ് പ്രായമുള്ള സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ എന്ത് മറുപടിയാണ് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഞാനടക്കമുള്ള നമുക്ക് ഓരോരുത്തർക്കും പറയാൻ വേണ്ടി കഴിയുക എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾക്ക് എപ്രകാരം ദീനിനെ സേവിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതിൽ സഹാബാക്കള് നമുക്ക് ഉദാത്തമായിട്ടുള്ള, ഉത്തമമായിട്ടുള്ള മാതൃകയാണ്. ആ മാതൃകയെ പിൻപറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി സഹാബാക്കളെ കുറിച്ച് പറയുന്നത് അഖല്ലുഹും തകല്ലുഫ് കുറവായിരുന്ന ആൾക്കാരായിരുന്നു. എന്താണ് തകല്ലുഫ് എന്ന് പറഞ്ഞാൽ? നാട്യങ്ങളില്ലാത്ത ജീവിതങ്ങളായിരുന്നു, അഭിനയിക്കാത്ത ജീവിതങ്ങളായിരുന്നു. എന്തായിരുന്നു അവരായി ജീവിച്ചു. അവർക്ക് വന്നിട്ടുള്ള സമ്പത്തോ അധികാരമോ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചില്ല. അവർക്ക് എന്താണോ പടച്ചവൻ കൊടുത്തത് അതനുസരിച്ചിട്ട് അവർ ജീവിച്ചു. എന്താണോ പടച്ചവൻ അവർക്ക് നൽകിയത് അതിൽ അവർ തൃപ്തരായി. അഖല്ലുഹും തകല്ലുഫ, മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അഭിനയം എന്നുള്ള സ്വഭാവം അവരിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മളിൽ പിടികൂടിയിരിക്കുന്ന മോശമായിട്ടുള്ള ഒരു ഗുണമാണ് തക്കല്ലുഫ് എന്ന് പറയുന്നത്. നമ്മളിൽ ഇല്ലാത്തത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെടാപ്പേട വിടുകയാണ്. അത് ദീനാണെങ്കിലും ദുനിയാവാണെങ്കിലും മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് കരുതണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുകയാണ്. നമ്മൾ ആരാണ് എന്നുള്ള അസ്തിത്വം നമ്മൾ മറന്നു പോകുന്നു. സഹാബാക്കള് ആ വിഷയത്തിൽ ഉദാത്തമായിട്ടുള്ള മാതൃകയാണ്. വന്ന വഴികൾ ഒരിക്കലും സഹാബാക്കൾ മറന്നിരുന്നില്ല. അവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ അവരെ അഹങ്കാരികളാക്കി മാറ്റിയിരുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാലോ. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധനായിട്ടുള്ള താബിഈണ്. അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കൂടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ വിവരണം അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദ് സീരീൻ പറയുന്നുണ്ട്, അന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വസ്ത്രമാണ് മുഹമ്മദ് ബിൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നത്. അതിനിടയിൽ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായിട്ടും പൊടിയും മറ്റുമൊക്കെ നമ്മുടെ വായിലും മൂക്കിലൊക്കെ ആകുമ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കർച്ചീഫ് ഉപയോഗിക്കുമല്ലോ, നമ്മൾ ടവ്വൽ ഉപയോഗിക്കുമല്ലോ. ആ ടവ്വൽ ഉപയോഗിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന് കിത്താൻ എന്ന് പറയുന്ന തുണിയുടെ ടവ്വലാണ് ഉപയോഗിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അതിൽ നമുക്ക് ലിനൻ എന്നൊക്കെ പേര് പറയാം. ലിനന്റെ ടവ്വൽ ഉപയോഗിച്ച് മുഖം തുടക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ബഖീൻ അബൂ ഹുറൈറ യതമഖത്തു ഫിൽ കിത്താൻ, കിത്താനിന്റെ തുണിയിലാണോ അബൂ ഹുറൈറ മുഖം തുടക്കുന്നത്? അബൂ ഹുറൈറക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അബൂ ഹുറൈറ വിശന്നുകൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുന്നിലായിക്കൊണ്ട്, നബി തങ്ങളുടെ മിൻബറിന്റെ മുന്നിലായിക്കൊണ്ട് ബോധം കെട്ട് വീഴും. പോകുന്ന ആൾക്കാരൊക്കെ എന്റെ പിരടിയിൽ ചവിട്ടും. അന്നത്തെ കാലഘട്ടത്തിൽ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഭ്രാന്ത് കാരണം ഒരാൾ താഴെ വീണ് കഴിഞ്ഞാൽ അയാളെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പിരടിയിൽ ചവിട്ടുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. ആൾക്കാരെന്റെ പിരടിയിൽ ചവിട്ടും. എനിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടോ ഭ്രാന്തായിട്ടോ ഒന്നുമല്ല ഞാൻ കറങ്ങി വീണത്, തല കറങ്ങി വീണത്, മറിച്ച് കഴിക്കാനൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ, കുടിക്കാനൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പട്ടിണി കടന്ന്
നബി തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ തലകറങ്ങി വീണ അബൂ ഹുറൈറയാണ് ഇന്ന് ലിനന്റെ കർച്ചീഫ് എടുത്തുകൊണ്ട് മുഖം തുടക്കുന്നത്. പടച്ചവനെ, എന്തു വലിയൊരു മാറ്റമാണ്! അവർ വന്ന വഴി മറന്നിരുന്നില്ല, അവർ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മറന്നിരുന്നില്ല. താൻ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിലേക്ക് എന്നെ തിരിച്ചെത്തിക്കാൻ കഴിവുള്ള പടച്ചവൻ മുകളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല. പടച്ചവൻ ചോദിക്കുന്നില്ല, മനുഷ്യ ഇന്ന് തണ്ടും തടിയോടും കൂടി ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ടല്ലോ, കയ്യിലുള്ള സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ടല്ലോ, നിന്റെ അവസ്ഥയെക്കുറിച്ച്, ആരംഭത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയാൻ പോലും പറ്റാത്ത ബീജത്തുള്ളിയിൽ നിന്നാണ്, ആൾക്കാർ വെറുക്കുന്ന അറക്കുന്ന ബീജത്തുള്ളിയിൽ നിന്നാണ് നിന്റെ തുടക്കമുണ്ടായിരുന്നത്. പിന്നീട് നിനക്ക് വേണ്ട സമ്പത്ത്, പിന്നീട് നിനക്ക് വേണ്ട അധികാരങ്ങൾ, പിന്നീട് നിനക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ റബ്ബ് നൽകിയതാണ്. ആ റബ്ബിനെ മറന്നു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് പടച്ചവൻ എന്നുള്ള ചിന്ത മനുഷ്യ നിന്റെ മനസ്സിൽ വേണമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയൊരു അവസ്ഥയിലെത്തിയപ്പോൾ പരിശുദ്ധ ഇസ്ലാമിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അഭിവൃദ്ധി ഉണ്ടായപ്പോൾ, വളർച്ചയുണ്ടായപ്പോൾ അവർ വന്ന വഴി മറന്നിരുന്നില്ല, പടച്ചവനെ മറന്നിരുന്നില്ല. ഇന്ന് നമ്മുടെ സമ്പത്ത് കയ്യിൽ കിട്ടിയാൽ, അധികാരം കയ്യിൽ കിട്ടിയാൽ സ്വന്തം ബാപ്പയെയും ഉമ്മയെയും മറക്കുന്ന അവസ്ഥയാണ്, സഹോദരങ്ങളെ മറക്കുന്ന അവസ്ഥയാണ്, സുഹൃത്തുക്കളെ മറക്കുന്ന അവസ്ഥയാണ്, കൂടെ കളിച്ചിരുന്ന, വളർന്നിരുന്ന, ഒന്നിച്ച് പട്ടിണി അനുഭവിച്ചിരുന്ന പലരെയും മറക്കുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ അഖല്ലുഹും തകല്ലുഫ, തകല്ലുഫില്ലാതെ വന്ന വഴി മറക്കാതെ മറ്റുള്ളവരെ ചേർത്തു പിടിച്ച് ജീവിച്ച സഹാബാക്കളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാധാരണക്കാരായി ജീവിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബാക്കൾക്ക് സാധിച്ചു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം ഖലീഫയാകുന്നതിന് മുന്നേ ആ നാട്ടിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആടിനെ പാല് കറക്കാൻ വേണ്ടി പോകുമായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പാല് കറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകാറുണ്ടായിരുന്നു. അദ്ദേഹം ഖലീഫയായപ്പോൾ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ രാജാവ് ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തപ്പോൾ ആ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, ഇനി അബൂബക്കർ നമ്മളെങ്ങനെ എപ്പോൾ കാണാനാണ്? കാരണം അദ്ദേഹം വലിയ ഖലീഫയായില്ലേ, പ്രധാനമന്ത്രിയുടെ റോളാണല്ലോ, ഇനി എപ്പോൾ അബൂബക്കറിനെ കാണാനാണ്? ഇനി നമ്മുടെ പാല് കറക്കാൻ വേണ്ടിയിട്ട് ആര് വരും? എന്നാൽ ആ പെൺകുട്ടി പറയുന്നത് കേൾക്കാൻ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്റെ ജീവിതം എത്ര കാലം പടച്ചവൻ ബാക്കി വെച്ചിട്ടുണ്ടോ അത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി പാല് കറക്കാൻ ഈ കുടിലിൽ ഞാൻ എത്തുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ അകത്തൊരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹം ആലോചിക്കുകയായിരുന്നു, കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാരെക്കാളും വലിയ സൗകര്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ. അദ്ദേഹം ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ 2-3 പാത്രങ്ങൾ മാത്രമാണ്. ആ പാത്രങ്ങളിൽ പലതും കാലിയാണ്, കുറച്ച് ഓതമ്പുകൾ മാത്രമുണ്ട്. നബി തങ്ങൾ കിടന്നുറങ്ങുന്നതാകട്ടെ ഒരു ഈത്തപ്പന മടലിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കട്ടിലിലാണ്. നബി തങ്ങൾ വിരിപ്പൊന്നും വിരിക്കാനില്ലാത്തത് കൊണ്ട് തങ്ങളുടെ ഭൂമിയിൽ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ വേണ്ടി തുടങ്ങി. നബിയെ, അങ്ങ് എത്ര സാധാരണ ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിന്റെ ആവലാതി പറയുകയാണ്. കിസ്റയുടെയും കൈസറിലെയും ഒക്കെ രാജാക്കന്മാര് വളരെയധികം ആർഭാടത്തോടുകൂടി അതിന് കഴിഞ്ഞ സൗകര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾ നേതാവായി കാണുന്ന ഒരാളാണല്ലോ, അങ്ങയെ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വൈമനസ്സുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അമാ തർള അൻ തകൂന ലഹുമുൽ ദുനിയ വലനാ അൽ ആഖിറ. ഉമറേ, അവർക്ക് ദുനിയാവുണ്ട്, നമുക്ക് ആഖിറുണ്ടല്ലോ, അതുപോലെ നമുക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളല്ലാതായി പെരുമാറുന്ന ഒരു കാലഘട്ടമാണ്. അയൽവാസിയുടെ
കല്യാണം പൊടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണവും പൊടി പൊടിക്കണം, എൻ്റെ മകളുടെ കാര്യത്തിനും കുറവൊന്നും വരുത്താൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് കഴിവില്ല എങ്കിലും പ്രാപ്തിയില്ല എങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പോലും ആർഭാടകരമായിട്ടുള്ള കല്യാണം നടത്തുന്ന ഒരവസ്ഥ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ പിരിവ് നടിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ വില കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയത്താൽ നമ്മൾ പലരും അഭിനയിച്ച് ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് അതിഥികളായിക്കൊണ്ട് യാത്രക്കാരായിക്കൊണ്ട് ആൾക്കാർ വരും. നബി തങ്ങളോട് ചോദിക്കും, വല്ലതും കഴിക്കാനുണ്ടോ? നബി തങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് അയക്കും, എന്തെങ്കിലും ഉണ്ടോ? അവിടെ നിന്ന് വരുന്ന മറുപടി എന്തായിരിക്കും? നബിയെ, വീട്ടിൽ വെള്ളം അല്ലാണ്ട് വേറൊന്നുമില്ല, ഇവിടെ കുടിക്കാൻ വെള്ളം അല്ലാണ്ട് വേറൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മളത് പറയുന്നത് മോശമല്ലേ? പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. അതിഥി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാകും. എന്നാലും കഴിച്ചു പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് അവർ പറയണം, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, നല്ല നിയാഫത്തായിരുന്നു, നല്ല തക്കാരായിരുന്നു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാൻ നിർബന്ധിതരാവാറുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറഞ്ഞു, നമ്മുടെ അടുക്കൽ കൊടുക്കാൻ പച്ചവെള്ളം അല്ലാണ്ട് വേറൊന്നുമില്ല. നബി തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളിൽ ആരുടെ വീട്ടിലാണോ കഴിവുള്ളത് അവരുടെ വീടുകളിലേക്ക് ആൾക്കാരെ അയക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നബി തങ്ങളുടെ അടുക്കിലേക്ക് പുറത്തു നിന്നും പുറം നാടുകളിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മൻ മിൻകും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലാവട്ടെ പാർലമെന്റിലാവട്ടെ ഒരു പ്രസിഡന്റിനെ പ്രത്യേകം കാണണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാം. അദ്ദേഹത്തിന്റെ കോലത്തിലും രൂപത്തിലും ഭാവത്തിലും, അദ്ദേഹം ഉടുക്കുന്ന വസ്ത്രമാകട്ടെ, അദ്ദേഹം പോകുന്ന വാഹനമാകട്ടെ, അദ്ദേഹം ഇരിക്കുന്ന ഓഫീസാകട്ടെ, പ്രത്യേകം നമുക്ക് തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഉണ്ടാകും. പക്ഷേ അവർ വരുന്ന സമയത്ത്, പുറത്തുനിന്നും ആൾക്കാർ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പ്രവാചകൻ ആരാണ് എന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. കാരണം അവരിൽ ഒരാളായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അവരോടൊപ്പം പട്ടിണി കടന്നു, അവരോടൊപ്പം യാത്ര ചെയ്തു, അവരോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു. സഹാബാക്കളോടൊപ്പം മനുഷ്യരോടൊപ്പം ജീവിച്ച് നടന്ന് വഫാത്തായിട്ടുള്ള ഒരു നേതാവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആ ജീവിതം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള സഹാബാക്കളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അഖല്ലുഹും തകല്ലുഫ, നാട്യമില്ലാത്ത പച്ച മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹാബാക്കൾക്ക് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ പിന്തുടർന്ന് ജീവിക്കുന്ന, സഹാബാക്കളെ മാതൃകയാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹാബാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. പള്ളിയിലേക്ക് നമ്മൾ വരുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ആ സൽക്കർമ്മങ്ങളെ തകർത്ത് കളയുന്ന ഒരു തിന്മ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പലരും അലക്ഷ്യമായിട്ടാണ് പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. പുറത്ത് നമുക്കറിയാം, നമ്മുടെ പള്ളിയുടെ മുന്നിൽ തന്നെ ഹോസ്പിറ്റലാണ്. പലരും അവിടത്തേക്ക് അത്യാവശ്യത്തിന് വേണ്ടി വരുന്നവരാണ്. ആ വരുന്ന സമയത്ത് നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല, ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അവർക്കൊരു വിഷമം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമ്മളൊരു 5 മിനിറ്റല്ലേ 10 മിനിറ്റല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പള്ളിയിലേക്ക് വരിക. പക്ഷെ ആ 10 മിനിറ്റിന് മൂല്യമുള്ള ഒരുപാട് ജീവനുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. ആവശ്യങ്ങൾ പോകാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാകും. അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. എവിടെയാണോ നമുക്ക് നിശ്ചയിച്ചത് അവിടെ നമ്മൾ പാർക്ക് ചെയ്യുക. പരമാവധി പള്ളിയിലേക്ക് നടന്നു വരാൻ കഴിയുന്നവരാണെങ്കിൽ നേരത്തെ പള്ളിയിലേക്ക് നടന്നു വരിക. നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന തിന്മകൾ കാരണമായിട്ട് തകരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നാം ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.